വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം വീണ്ടും ജോബിനോട് സംസാരിക്കുന്നു. ദൈവം ജോബിൻ്റെ ധൈര്യത്തെ ചോദ്യം ചെയ്യുന്നു. ദൈവത്തോട് വാദിക്കാൻ നീ തയ്യാറാണോ? ജോബിൻ്റെ മറുപടി വിനയപൂർവ്വമാണ്. ഞാൻ ചെറുതാണ്, ഉത്തരം പറയാൻ കഴിയുകയില്ല. തുടർന്ന് ദൈവം നീർക്കുതിര എന്ന ജീവിയെ പരിചയപ്പെടുത്തുന്നു. ആ മൃഗം ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ അതിശക്തനാണ്. അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന് ദൈവം ജോബിനെ ഓർമ്മിപ്പിക്കുന്നു. മുതലയെക്കുറിച്ച് ദൈവം അതിൻ്റെ ഭീകരതയും അതിജീവന ശക്തിയെയും വിവരിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ അതിമാനവീയതയും മനുഷ്യൻ്റെ അഹങ്കാരത്തെ തകർക്കുന്ന ദൈവിക ശക്തിയുമാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. ദൈവം ജോബിനോട് സംസാരിച്ച ശേഷം ജോബിൻ്റെ മനസ്സിൽ ദൈവത്തെക്കുറിച്ചുള്ള ആഴമുള്ള ബോധം ഉണരുന്നു. ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ജോബിൻ്റെ ഹൃദയം വിനയത്തിലേക്ക് മാറുന്നു. ഞാൻ അറിഞ്ഞു, നീ എല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ് എന്ന വാക്യത്തിൽ ജോബിൻ്റെ ദൈവബോധം പ്രകടമാകുന്നു. ജോബിൻ്റെ മുൻകാല ചിന്തകൾ ദൈവത്തെക്കുറിച്ച് കേട്ടറിവുകൾ മാത്രമായിരുന്നു. ഇപ്പോൾ ദൈവത്തെ നേരിട്ട് അനുഭവിച്ചിരിക്കുന്നു. അതിനാൽ ജോബിൻ്റെ അഹങ്കാരവും സംശയങ്ങളും ത്യജിച്ച് അവൻ പാപം സമ്മതിച്ച് പശ്ചാത്തപിക്കുന്നു. ദൈവം എലീഫസ്, ബിൽദദ്, സോഫർ എന്നിവരെ ശാസിക്കുന്നു. ദൈവം അവരോട് ജോബിനോട് മാപ്പ് പറയാൻ നിർദ്ദേശിക്കുന്നു. ജോബിൻ്റെ പ്രാർത്ഥനയിലൂടെ ദൈവം സുഹൃത്തുക്കളെ ക്ഷമിക്കുന്നു. ജോബിൻ്റെ ആത്മീയതയും ദൈവസന്നിധിയുമാണ് ഇതിൻ്റെ അടിസ്ഥാനമാകുന്നത്. ജോബിൻ്റെ പാതിരാത്രി മാറുന്നു. ദൈവം അവൻ്റെ ദുഃഖം മാറ്റി ഇരട്ടിയായി അവനെ അനുഗ്രഹിക്കുന്നു. അവൻ്റെ ആസ്തിയും കുടുംബവും പുനഃസ്ഥാപിക്കപ്പെടുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. ജോബിന് 140 വർഷം കൂടി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കുന്നു. അവൻ 4 തലമുറകളെ കാണുന്നു. അവൻ വൃദ്ധനായി ദീർഘായുസ്സോടെ മരിച്ചുപോയി എന്ന വാക്യത്തിൽ ജോബിൻ്റെ സമാധാനപരമായ അന്ത്യം പ്രതിപാദിക്കുന്നു. ജോബിൻ്റെ പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.